നമസ്കാരം. കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപിയോട് ചിരിച്ചു സംസാരിക്കുന്നവരെല്ലാം തന്നെ സംഖ്യയാണെന്നും അവർക്ക് സംഖ്യപ്പട്ടം ചാർത്തി വളഞ്ഞിട്ടാക്രമിക്കുകയും ചെയ്യുന്നവരാണ് സൈബർ സഖാക്കന്മാർ. തൃശൂരിലെ മേയർ എം.കെ. വർഗീസിനെതിരെ നടത്തുന്ന അതിക്രമങ്ങൾ അതിന്റെ വെറുമൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സുരേഷ് ഗോപിയോട് ചിരിച്ചു സംസാരിച്ചാൽ സഖാവ് പിണറായി വിജയൻ സംഖ്യയാകുമോ എന്നതുകൂടെ ഈ സൈബർ സഖാക്കന്മാർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ പേരിൽ തൃശൂർകാർക്ക് അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് സുരേഷ് ഗോപി നൽകുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ പ്രശംസിച്ചു എന്നതിന്റെ പേരിൽ സൈബർ ആക്രമണങ്ങൾ കൊണ്ട് ഇരിക്കപ്പൊറിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് തൃശൂർ മേയർക്കും. തൃശൂർ മേയർക്കെതിരെ കടുത്ത രീതിയിലാണ് സൈബർ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻ മന്ത്രി കെ.ഇ. ഇസ്മായിലിന്റെ ബന്ധുവായ CPI നേതാവ് കെ.ഇ. സജു ഉൾപ്പെടെ ഇപ്പോൾ ഇത്തരത്തിൽ ഈ മേയറെ ആക്രമിച്ചുകൊണ്ട് സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമായിട്ടാണ് എം.കെ. വർഗീസിനെതിരെ ഇങ്ങനെ ഒരു അധിക്ഷേപ പരാമർശവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്കും എം.കെ. വർഗീസിനുമെതിരെ കടുത്ത അധിക്ഷേപങ്ങൾ തന്നെയാണ് കെ. സജു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തി കാണിക്കുന്നത്. അതായത് ഇടതുപക്ഷ മേയർ ആയിരിക്കാൻ ആണോ അതോ കൃസംഖ്യ ആയിരിക്കാനാണോ താല്പര്യമെന്ന് വ്യക്തമായി പറയേണ്ടത് തൃശൂർ മേയറാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഈ കെ.ഇ. സാജുവിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. CPIയുടെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയും മുൻ MP-യും സംസ്ഥാന മന്ത്രിയുമായ കെ.ഇ. ഇസ്മായിലിന്റെ അടുത്ത ബന്ധുവാണ് കെ.ഇ. സജു എന്ന വ്യക്തി. ഇദ്ദേഹം CPIയുടെ പോഷക ഘടകമായിട്ടുള്ള യുവകലാ സാഹിത്യയുടെ പ്രവർത്തകനും CPI അംഗവുമാണ്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ട് തൃശൂർ നഗരസഭാ മേയർ എം.കെ. വർഗീസ് രംഗത്തേക്ക് എത്തുന്നത്. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്ന് അദ്ദേഹം പറയുന്നു. വലിയ വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും മേയർ പറഞ്ഞിരുന്നു. ഈ പരാമർശമാണ് CPM സഖാക്കന്മാർക്ക് സഹിക്കവയ്യാത്തത്. ബി.ജെ.പി. നേതാക്കന്മാർ പറയുന്ന അവർക്ക് കിട്ടുന്ന സ്ഥാനം അത് കണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അത് ഞങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും രാഷ്ട്രീയം മറന്ന വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് എം.കെ. വർഗീസ് എന്നത് സുരേഷ് ഗോപി തന്നെ പ്രസ്താവിച്ച ഒരു സമയത്താണ്. അതായത് ആ മേയർ എന്ന് പറയുന്ന വ്യക്തി തങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിട്ടല്ല തനിക്ക് പിന്തുണ അർപ്പിക്കുന്നത് എന്ന് പരസ്യമായി തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ട് പോലും അദ്ദേഹത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയാണ്. സൈബർ ആക്രമണം നടത്തുകയാണ് അന്തംഗാമികൾ. കൃസംഖ്യ എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ പലരും അധിക്ഷേപിക്കുന്നത്. അയ്യന്തോളിൽ നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെയും LDF മേയറുടെയും പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും സുരേഷ് ഗോപി MP ആകാൻ ഫിറ്റാണെന്ന് മേയർ പറഞ്ഞത് ഇടത് നേതാക്കൾക്കിടയിൽ വലിയ പ്രശ്നമായിരുന്നു. ഇതിന്റെ പേരിലും വലിയ വിവാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. തുടർന്ന് സുരേഷ് ഗോപി മാത്രമല്ല 3 സ്ഥാനാർത്ഥികളും ഫിറ്റാണെന്ന് ഈ മേയർ നിലപാട് തിരുത്തേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടാക്കിയിരുന്നു സൈബർ കമ്മികൾ. എന്തായാലും സൈബർ സഖാക്കന്മാർക്ക് സഹിക്കുന്നില്ല ഈ നരേന്ദ്രമോദിയുടെ സുരേഷ് ഗോപിയുടെ BJPയുടെ വളർച്ച എന്നത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്.